നമസ്തേ. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഈ ഹോറോസ്കോപ്പിലുള്ള പല ഗ്രഹങ്ങളും അതൊരു സബ്ജക്റ്റുമായിട്ട് പഠന വിഷയമാണ്. ഞാൻ പറയുന്നത് പഠന വിഷയം, കരിയർ ഓറിയൻറ്റഡ്. ഈ പ്ലാനറ്റ്സുകളെല്ലാം ഓരോ സബ്ജക്റ്റുകളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നിങ്ങളുടെ ജാതക വിശകലനം ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജാതക വിശകലനം ചെയ്ത് ആ ജാതകത്തിൽ ഏത് ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് ആ കുട്ടിയെ ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് ആ മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് വളരെ വളരെ ഈസി ആയിരിക്കും. പഴയ തലമുറ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിതിലൊന്നും വലിയ ധ്യാൻ എന്ന് ഹിന്ദിയിൽ പറയും, ഇതിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഓഫ് കോഴ്സ് മാരേജ് വരുമ്പോൾ ജാതകം നോക്കി ഇപ്പോൾ 6 പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പൊരുത്തം വന്നാലും കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ ആകപ്പാടെ ജാതകം നോക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ മാറി മാറി വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടിയെ ഓരോ സബ്ജക്റ്റ് അല്ലെ ഏത് സബ്ജക്റ്റ് ഏത് മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം എന്ന് നിങ്ങളെ ജാതകം പറഞ്ഞു തരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിലപ്പം സയൻസ് ആയിരിക്കും പഠിച്ചിരുന്നത് സ്കൂളിൽ, പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോബ് ചിലപ്പോൾ സ്റ്റോർ കീപ്പിംഗ് ആയിരിക്കാം. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കാം പഠിച്ചിരിക്കുന്നത്, പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോബ് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം. അന്ന് നിങ്ങൾക്കറിയത്തില്ലായിരുന്നു നിങ്ങളുടെ ചാർട്ടിൽ ശനിയാണ് കൂടുതൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോബിന് പോയി, വേറെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിന് പോയി കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയിലോ ഇരുമ്പ് വ്യാപാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ഭവിക്കുന്നു. ഇത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ശനിയുടെ എഫക്റ്റാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത് ഓരോ പ്ലാനറ്റും ഓരോ ഗ്രഹവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സബ്ജക്റ്റുകളുമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ ഒരു ജാതക വിശകലനം ഒരു നല്ലൊരു ആസ്ട്രോളജറിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാനറ്റാണ് ഫേവറബിളായിട്ട് സ്ട്രോങ് ആയിട്ട് ഉള്ളത്, നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഉള്ളത്. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് മോശമായിട്ടുള്ളത്, പിന്നൊന്ന് ന്യൂട്രൽ, പിന്നൊന്ന് ഫേവറബിളായിട്ടുള്ളത്. നമ്മൾ ഫേവറബിളായിട്ടുള്ള പ്ലാനറ്റുകളെ എടുത്ത് അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് ഈസി ആവുന്നത്. മനസ്സിലായല്ലോ? അൺഫേവറബിളായിട്ടുള്ള പ്ലാനറ്റുകൾക്ക് നമ്മൾ റെമഡി കൊടുക്കുമ്പോൾ കുറേ കൂടെ ലൈഫ് ഈസി ആവുന്നു. ന്യൂട്രൽ പ്ലാനറ്റുകൾ ന്യൂട്രലായിട്ട് തന്നെ പോകുന്നു. ന്യൂട്രൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേവറബിളായിട്ടുള്ള ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഓരോ ഗ്രഹങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് സൂര്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂര്യൻ്റെ പഠന വിഷയങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും പൊളിറ്റിക്കൽ സയൻസാണ്. രാഷ്ട്രീയം അറിയാവുന്ന രാഷ്ട്രീയക്കാരെല്ലാം തിളങ്ങുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാം ജാതക വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ സൺ ഇൻ എ വെരി ഫേവറബിൾ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, സിവിക്സ് സയൻസ്, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ്, ഇതെല്ലാം സൺ ഫേവറബിളായിട്ടുള്ള സബ്ജക്റ്റുകളാണ്.
മെർക്കുറിയും സണ്ണും ഫേവറബിളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇവർക്ക്. സണ്ണിനെ എപ്പോഴും ഫേവർ. ഇപ്പം മെർക്കുറി എന്തിൻ്റെയെങ്കിലും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലാനറ്റിനെ ഡബിൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. മെർക്കുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കും കാൽക്കുലേഷൻസും മാത്തമാറ്റിക്സും ഇതെല്ലാം, ആസ്ട്രോളജി, വർക്ക് റിലേറ്റഡ്, അതായത് ടെക്നിക്കൽ കോഡിങ്, ഇതെല്ലാം മെർക്കുറിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ കൂടെ മെർക്കുറി വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ബൂസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഫേവറബിളായിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പം സൺ പ്ലസ് മെർക്കുറി വരുവാണെന്നുണ്ടെങ്കിൽ ഹൈലി അതോറിറ്റീവ് പൊസിഷനിൽ IPS ഓഫീസർ, IAS ഓഫീസേഴ്സ്, പൊളിറ്റിക്കലായിട്ടുള്ള ഹൈ ലെവൽ പൊസിഷനിലിരിക്കുന്നവർ, വലിയ വലിയ കമ്പനികളുടെ CEOസും ഒക്കെ ആയി തീരാൻ ചാൻസ് ഉണ്ട്. സോ സബ്ജക്റ്റ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനി വന്നിട്ട് മൂൺ, ചന്ദ്രൻ്റെ സബ്ജക്റ്റ് വന്നിട്ട് കൂടുതലും ആർട്സാണ്. ചന്ദ്രൻ കല, അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, അത് പെർക്യൂഷനിസ്റ്റ് ആവാം, ഫ്ലൗട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ പാട്ടുകാരനാവാം, കഥ എഴുതുന്ന ആളാവാം, കവിത എഴുതുന്നവരാവാം, പടം വരയ്ക്കുന്നവരാവാം. അങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം മൂൺ ഫേവറബിൾ ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. പിന്നെ വന്നിട്ട് സൈക്കോളജി, മൈൻഡിൻ്റെ സ്റ്റഡി. മൂണെന്ന് പറയുന്ന കൂടുതലും മൈൻഡാണല്ലോ. അപ്പം മൈൻഡിൻ്റെ സ്റ്റഡി ഒക്കെ, സൈക്കോളജിയൊക്കെ വളരെ നല്ലതായിട്ട് പോകും മൂൺ ഫേവറബിൾ ആയിട്ടുള്ളവർക്ക്. പിന്നെ വന്നിട്ട് മറീൻ എഞ്ചിനീയറിങ്, മറീൻ കോർപ്സ്, നേവി, മെർച്ചൻ്റ് നേവി, വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തും, ചുമ്മാ വെള്ളം വിൽക്കുക, ബോട്ടിൽ വാട്ടർ ഉണ്ടാക്കുക, വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ശാല തുടങ്ങുക, ഇതെല്ലാം വളരെ നല്ലതാണ് മൂൺ ഫേവറബിൾ ആയിട്ടുള്ള ജാതകത്തിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡിലേക്ക് വരുന്ന, ഫുഡും മൂണിനെ ഫേവറബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫുഡ് റിലേറ്റഡ്, അതിപ്പോൾ കാറ്ററിംഗ് ആവാം, ഒരു ഹോട്ടൽ നടത്തുന്നതായിരിക്കാം, ഒന്നുമില്ല വീട്ടിൽ വെച്ച് വിളമ്പി കൊടുക്കുന്നതൊക്കെ വളരെ വളരെ എൻഹാൻസ് ചെയ്യും നിങ്ങളുടെ മൂണിന്. ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റഡിയിൽ പോവാം. അഗ്രികൾച്ചർ വന്നിട്ട് മൂണാണ്. അഗ്രികൾച്ചർ, കൃഷി, ഫൈൻ ആർട്സ്, ഇതെല്ലാം മൂണിനെ എൻഹാൻസ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് കുജനിലേക്ക് പോവാം. മാർസ് നിങ്ങൾക്കറിയാം ഒരു ഹൈ ലെവൽ എനർജി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, ഇലക്ട്രോണിക്സ്, എനി എഞ്ചിനീയറിങ് സബ്ജക്ട്സുകളെല്ലാം മാർസാണ്. പിന്നെ ഫിസിക്സ് മാർസാണ്, മൈനിങ് മാർസാണ്, ജെംസ് ആൻഡ് മിനറൽസ്, രത്നങ്ങളും അതൊക്കെ ഫോസിൽസൊക്കെ ഇത് ചെയ്തെടുക്കുന്നത്, അതെല്ലാം മാർസാണ്. സിവിൽ എഞ്ചിനീയറിങ് വന്നിട്ട് അതിനകത്ത് കുറച്ച് വീനസ് കൂടെ ആഡ് ചെയ്തു. വീനസ് പ്ലസ് മാർസാണ് സിവിൽ എഞ്ചിനീയറിങ് വരുന്നത്. ശുക്രൻ്റെയും കൂടെ, അത് കാരണം ഇൻറ്റീരിയർ ഡെക്കറേഷനും അങ്ങനെയുള്ള ഇത് ചെയ്യുന്ന ഡെക്കറേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ വീനസിൻ്റെയും കൂടെ ഇൻഫ്ലുവൻസ്. മാർസ് മാത്രം പോരാ, മാർസ് ആ സ്ട്രക്ചേർഡ് ബിൽഡിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ സിവിൽ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ആകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ലാൻഡ്സ്കേപ്പിങ്ങും ഇൻറ്റീരിയർ ഡെക്കറേഷനും ഇതൊക്കെയാണെന്ന്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വീനസ് പ്ലസ് മാർസ് എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് വരണം. ഓക്കെ, അപ്പോൾ മാർസിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പട്ടാളം, പോലീസ്, അങ്ങനത്തെ കാവൽതുறை, കാവൽ റിലേറ്റഡ്, അതായത് പ്രൊട്ടക്ഷൻ, ദേവസേന എന്ന് പറയത്തില്ലേ, ആർമി, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മാർസിൻ്റെ ഇൻഫ്ലുവൻസ് മേജറായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക.
പിന്നെ വന്നിട്ട് മാർസിൻ്റെത് ഇറിഗേഷൻ പദ്ധതി, അതായത് PWDയുടെ പല ഇറിഗേഷൻ പദ്ധതികളും കനാൽസും ഡാംസും ഇതെല്ലാം മാർസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയിൽ വരുന്നതാണ്. പിന്നെ ആർക്കിയോളജി വരുന്നുണ്ട്, സുവോളജി വരുന്നുണ്ട്, ഇതെല്ലാം മാർസ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം നിങ്ങൾ മാർസ് ഹൈ ഇതിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് മെർക്കുറി, ബുധനിലേക്ക് വരാം. ബുധൻ ഞാൻ പറഞ്ഞല്ലോ, ബുധൻ എന്ന് പറയുന്നത് കൂടുതലും അക്കൗണ്ടിങ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, CA, MBA, ലോജിക്സ്, ഡേറ്റ അനാലിസ്റ്റ്, കോഡിങ്, കമ്പ്യൂട്ടർ കോഡിങ്, പിന്നെ CRMs, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എനി ജോബ് ഇൻ ബാങ്കിങ് റിലേറ്റഡ്, കോമ്പൗണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇതെല്ലാം വരുന്നത്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം വരുന്നത് മെർക്കുറി ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ്. അപ്പം ഇപ്പോൾ നമ്മളുടെ ഇതിൽ പൊതുവെ ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെർക്കുറി ഒരുപാട് ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഫേവറബിൾ ആയിട്ട് കാണാം, ഇല്ലെങ്കിൽ അത് ന്യൂട്രലായിട്ട് നിൽക്കുന്ന, മെർക്കുറി എന്ന് പറയുന്ന ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു പ്ലാനറ്റാണ്. മെർക്കുറിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുധൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും നല്ല ഗ്രഹത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. ഇല്ല അതൊരു മോശഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെയും സ്വഭാവം കാണിക്കും. അങ്ങനത്തെ ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മെർക്കുറി ഒരുപാട് ഫേവറബിളായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് തന്നെ നിൽക്കുന്നത്, ന്യൂട്രലായിട്ട് നിൽക്കുന്നതുകൊണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഗ്രഹങ്ങളുടെ കൂടെ നിന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ മെർക്കുറി ഓക്കെ ആയിട്ട് കണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ അക്കൗണ്ടിങ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, ഡേറ്റ അനാലിസിസ്, CA, MBA, ലോജിസ്റ്റിക്സ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം തിളങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ വന്നിട്ട് ഒരു പരിധി വരെ നമ്മളെ ആ മെർക്കുറിയുടെ ഒരു ടച്ച് അവിടെ വരുന്നുണ്ട്. ഓഡിറ്റും അക്കൗണ്ട്സും ഒക്കെ ജൂപ്പിറ്ററും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മെർക്കുറി പ്ലസ് ജൂപ്പിറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഹൈലി ബെനഫിഷ്യലാണ്, എസ്പെഷ്യലി ഓഡിറ്റിങ്ങിലും പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ വരുന്ന ആൾക്കാരെല്ലാം ഈ മെർക്കുറി പ്ലസ് ജൂപ്പിറ്റർ ഉള്ള ആൾക്കാരായി. അതല്ല ജൂപ്പിറ്റർ തന്നെയാണ് ഫേവറബിൾ ആയിട്ടൊന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി, ഫിലോസഫി, ബയോളജി, എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ജൂപ്പിറ്റർ തന്നെ ഉള്ള ഒരു എനർജി ലെവലാണ്, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത നമുക്ക് വീനസിലേക്ക് വരാം. വീനസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഫ്ലാഷി ഫ്ലാഷി കരിയറുള്ള ആൾക്കാർ, അതായത് മാർക്കറ്റിംഗ്, പിന്നെ മീഡിയ, ജേർണലിസത്തിനകത്ത് വേറെ കുറച്ച് ആസ്പെക്ട്സ് വരുന്നുണ്ട്. മാർസിൻ്റെയൊക്കെ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. മൂവിയിലൊക്കെ വന്നിട്ട് ചന്ദ്രനും ശുക്രനോടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. കാരണം ഈ മൂവി റിലേറ്റഡ് സംഭവങ്ങളിലൊക്കെ ഈ സൗന്ദര്യത്തിനും കുറച്ച് ഇൻഫ്ലുവൻസ് അവിടെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ ചന്ദ്രനും അവരുടെ വീനസും ശുക്രനും നല്ല ഒരു എൻഹാൻസ്ഡ് സിറ്റുവേഷനിലായിരിക്കും. പിന്നെ വന്നിട്ട് ചിലർ വീനസും ബുധനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉള്ളവരുണ്ട്. അവർ കൂടുതലും ഈ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള പഠിപ്പിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ഇത് ചെയ്യുന്നതായിട്ട് കാണും. പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ വീനസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് നല്ലതായിട്ട് അവരുടെ പോകും. അവരുടെ ഫിനാൻസ് ഏരിയയിലൊക്കെ അവർ നല്ലപോലെ ഷൈൻ ചെയ്യും. എക്കണോമിക്സിൽ നല്ല ഷൈൻ ചെയ്യും. സിവിൽ എഞ്ചിനീയറിങ് അവർക്ക് നല്ലതായിരിക്കും. മാർക്കറ്റിംഗ് നല്ലതായിരിക്കും.
പിന്നെ ഹൗസ് കീപ്പിംഗ് നല്ലതായിരിക്കും, ആർക്കിടെക്റ്റ് നല്ലതായിരിക്കും, ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ അവർക്ക് നല്ലതായിരിക്കും, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ നല്ലതായിരിക്കും അവർക്ക്. പിന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ അവർക്ക് ഇപ്പോൾ ഒരു വാഡ്രോബ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീനസ് വളരെ വളരെ ഹൈ ലെവലായിരിക്കും. ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ അപ്പോൾ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ റാം വോക്കൊക്കെ ഉള്ള ആൾക്കാർ അവരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ വീനസ് പ്ലസ് ചിലർക്ക് മാർസ് കോമ്പിനേഷൻ ഉണ്ടാവാം, ചിലർക്ക് വീനസ് പ്ലസ് രാഹു കോമ്പിനേഷൻ ഉണ്ടാവാം. രാഹു കോമ്പിനേഷനാണ് അവരെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാം വോക്കൊക്കെ ഫുൾ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ വീനസ് പ്ലസ് രാഹു കോമ്പിനേഷൻ അവർക്കുണ്ടായിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത 7ാമത്തത് സാരൺ, ശനി. ശനി കൂടുതലും ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത് തന്നെയാണ്. അത് എൻ്റെ ശനി അത് ഒരു ഫേവറബിൾ പേഴ്സൺ അല്ല, എന്നിരുന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഞാൻ പഠിച്ചത് വേറെയാണ്. അങ്ങനെയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രെയിനിങ്, ഹ്യൂമൻ റിസോഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് വർക്ക്, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇരുമ്പ് വ്യാപാരമൊക്കെ ശനിയാണ്. പിന്നെ സ്പിരിച്വൽ ഗുരൂസ് ശനി വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. സ്പിരിച്വലി ഗുരൂസിനെക്കാട്ടിലുപരി സ്പിരിച്വലി ഹയർ ലെവലിൽ വരുന്ന ആൾക്കാർ സാരൺ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായി. സ്പിരിച്വലി ഹയർ ലെവലിൽ വരുന്ന അത് സാരൺ, രാഹു, കേതു, ഇത് മൂന്നും നല്ല രീതിയിൽ വരും. ജൂപ്പിറ്ററാണ് കുറച്ചുകൂടെ ഗുരു സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഇപ്പം എൻ്റെ കേസിൽ ജൂപ്പിറ്റർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആകപ്പാടെ ഉള്ള ഒരു ഗ്രഹമെന്ന് വേണേൽ പറയാം. അടുത്ത് നമുക്ക് രാഹുവിലേക്ക് വരാം. രാഹു വന്നിട്ട് ഇപ്പം ഞാൻ പൊതുവേ ഈ വലിയ ആസ്ട്രോളജേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രാഹുവിനെ എന്തോ ഒരു മോശം ഇതായിട്ടൊക്കെയാണ് അവർ അവരുടെ പറച്ചിൽ തന്നെ. രാഹു എന്തോ ഒരു തമോഗ്രഹം തന്നെ, ഒരു ഛായാഗ്രഹം. തമോഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ഛായാഗ്രഹം. എൻ്റെ അഭിപ്രായത്തിൽ മോഡേൺ ഡേ വിച്ച് ഡീൽസ് വിത്ത് ലോട്ട് ഓഫ് ഗാഡ്ജറ്റ്സ്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ്, ഇൻ്റർനെറ്റ് പ്രോഗ്രാമിങ്സ്, ക്രിപ്റ്റോ കറൻസി, ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എന്തെടുത്തു കഴിഞ്ഞാലും അത് രാഹു ഇൻഫ്ലുവൻസാണ്. അത് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ പണക്കാരായിട്ടുള്ള ലക്ഷപ്രഭുക്കളായിട്ടുള്ളവരെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജാതകത്തിൽ രാഹു ഹൈലി ഫേവറബിൾ പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് കാണും. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരനാണ് എന്ന് മനസ്സിലാക്കുക. രാഹുവിൻ്റെ ഡോമിനൻസ് ഉള്ള 2-3 നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് ചതയമാണ്, പിന്നൊന്ന് വന്നിട്ട് ചോദ്യമുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു തിരുവാതിര, വേറെ എന്തോ ഒരു നക്ഷത്രമുണ്ട്, എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സബ്ജക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തും രാഹു ഇൻഫ്ലുവൻസിലുണ്ട്. ഏത് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബും നിങ്ങൾക്ക് ചെയ്യാം. കെമിസ്ട്രി ഓറിയൻറ്റഡ്, കെമിക്കൽ ഉണ്ടാക്കുക, കെമിക്കൽ വിൽക്കുക, അങ്ങനത്തെ എന്ത് കെമിക്കൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് രാഹു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ മദ്യഷാപ്പുകൾ, മദ്യം വിൽക്കുന്ന സെൻറ്ററുകൾ, മദ്യം ഉണ്ടാക്കുക, ഇതെല്ലാം രാഹുവിൻ്റെ ഇൻഫ്ലുവൻസിലുള്ളതാണ്. പിന്നെ ന്യൂക്ലിയർ ഫിസിക്സ്, ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോറിൻ അഫെയർസ്, ഇതെല്ലാം രാഹുവിൻ്റെ ഇതിൽ വരും. കമ്പ്യൂട്ടേഴ്സിൻ്റെ എനിത്തിങ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, സിനിമ, ഏവിയേഷൻ, ഇതെല്ലാം രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വരും. ഈ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയത്തില്ലേ, അത് കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാഹുവും കുജനും എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. രാഹുവും കുജനും ഓക്കെയാണ്, നല്ല ഫേവറബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് കുട്ടിയെ വിടുക. ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് കുത്തിയിരുന്ന് കോഡ് ചെയ്യേണ്ട ആ ഒരു ഇതിൽ വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെർക്കുറിയും മാർസും, അതായത് ബുധനും കുജനും രാഹുവും ഫേവറബിളായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ. കമ്പ്യൂട്ടർ സയൻസ് ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്റ്റ്. കമ്പ്യൂട്ടർ സയൻസ് പലതും ഉണ്ടാവും. ഹാർഡ്വെയർ ഉണ്ടാവാം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, എന്തും ഉണ്ടാവും. ഇൻഫർമേഷൻ ടെക്നോളജി ഇറ്റ്സ് കോർ ഇൻ ടു കോഡിങ് ആൻഡ് അതർ റിലേറ്റഡ് സ്റ്റഫ്. അപ്പം നിങ്ങൾക്ക് മെർക്കുറിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെർക്കുറി ഓക്കെ ആണ്, ന്യൂട്രൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വിടാം. പിന്നെന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് അങ്ങനെ പോകാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രാഹുവിൻ്റെ കൂടെ മെർക്കുറി മാത്രം മതി, മാർസിൻ്റെ ആവശ്യമില്ല. രാഹു മെർക്കുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ്, ഇപ്പോൾ സ്പാനിഷ് പഠിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ച് ആ ലൈനിൽ വിടാൻ പറ്റും. പിന്നെ പൊതുവേ രാഹു ഈസ് വെരി ഗുഡ് വിത്ത് മീഡിയ, പ്രസ്, ജേർണലിസം. ഇതെല്ലാം നേരത്തെ വീനസിൽ പറഞ്ഞ പോലെ രാഹു നല്ലതാണ്. അപ്പോൾ രാഹുവിൻ്റെ കൂടെ വീനസിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മീഡിയയിലും പ്രസ്സിലും ജേർണലിസത്തിലും ഒക്കെ എക്സലൻ്റ് ആയിരിക്കും, വളരെ നല്ലതായിരിക്കും. അടുത്ത നമുക്ക് കേതുവിലേക്ക് പോവാം. കേതു ഒരു പരിധിവരെ മെഡിസിനും ഫാർമസിയും കെമിസ്ട്രിയും ഒക്കെ രാഹു പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരും. ഇവർ രണ്ടുപേരും ഒരു ഉടലും ഒരു തലയും അങ്ങനെ കട്ടായി പോയ ടീമുകളാണ്. അപ്പോൾ ഒരു പരിധിവരെ മെഡിസിനും ഫാർമസിയും കെമിസ്ട്രിയൊക്കെ ഇവർക്കും സ്യൂട്ടബിളാണ്. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ ഇവരും വളരെ നല്ലതാണ്. മെർക്കുറിയും കേതുവും ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫേവറബിളാണ് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ. ഇലക്ട്രീഷ്യൻസും ഇലക്ട്രിക്കൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ ഇവർക്ക് വളരെ നല്ലതാണ്. അതായത് മാനിഫെസ്റ്റഡ് എനർജിയാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്, മെറ്റീരിയൽ മാനിഫെസ്റ്റഡ് എനർജി. പിന്നെ ടൈലറിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഞാൻ വീനസ് പറഞ്ഞു, എന്നിരുന്നാലും കേതുവിലും അതിന് കുറേയൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് തിയോളജി, ആസ്ട്രോളജി, ഒക്കൾട്ട് സയൻസ്, മന്ത്രതന്ത്രം, മാന്ത്രികം, ഇതെല്ലാം അവർക്ക് നല്ലതാണ്. ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കരിയറും ഈ കേതു അവർക്ക് നല്ലതാണ്. അത് ഇൻക്ലൂഡിങ് നേഴ്സസ് ഓൾസോ, ഡോക്ടേഴ്സ്, വൈദ്യന്മാർ, പിന്നെ മസാജ് തെറാപ്പിസ്റ്റ്, കൈറോപ്രാക്ടേഴ്സ്, ഇതെല്ലാം വരുന്നത് കേതു റിലേറ്റഡ് ആയിട്ടുള്ള ഇതിലാണ്. പിന്നെ ലോ, വക്കീലന്മാരും ഒക്കെ കേതു ഇൻഫ്ലുവൻസ് ഉള്ള ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് ജൂപ്പിറ്റർ പ്ലസ് കേതു അല്ലെങ്കിൽ മെർക്കുറി പ്ലസ് കേതു, ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് നല്ലതാണ്. ടെലികമ്മ്യൂണിക്കേഷൻസിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാർസ് ചെക്ക് ചെയ്യുക, കേതു ചെക്ക് ചെയ്യുക, മെർക്കുറി ചെക്ക് ചെയ്യുക. മാർസും കുജനും കേതു ശിഖിയും മെർക്കുറി ബുധനും ഫേവറബിളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ടെലികമ്മ്യൂണിക്കേഷനിൽ വിടാം. ഓക്കെ. പിന്നെ നമ്മൾ വീനസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വീനസിൽ വീനസും കേതുവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിൽ ഫാഷൻ ഡിസൈനിങ്ങിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് എല്ലാ ഗ്രഹങ്ങളും അവയുടെ സബ്ജക്റ്റുകൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ ആ ഡയറക്ഷനിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് വളരെ വളരെ ഈസി ആയിരിക്കും പഴയ തലമുറയിൽ കമ്പയർ ചെയ്യുമ്പോൾ. പഴയ തലമുറയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഷൂട്ട് ഇൻ ദ ഡാർക്ക്, ഹെഡ്ലെസ് ചിക്കനായിരുന്നു, തലയില്ലാത്ത കോഴിയെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇതൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഇവർക്ക് പോവാം. പിന്നെ കാണാം. ടേക്ക് കെയർ.